ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സത്യം പറയാലോ ഫ്രണ്ട്സ്, പറയാൻ വാക്കുകളില്ല. എന്തൊക്കെയാണ് ഇന്നലെ നടന്നത് തൊപ്പിയുടെ ലൈവില്. തൊപ്പിയുടെ ലൈവ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ വേഗം പോയി കണ്ടോ കേട്ടാ. ഒരിക്കലും ലൈവില് നമ്മൾ കാണാൻ പാടാത്ത പല കാര്യങ്ങളും ഇന്നലത്തെ ലൈവില് അപ്പിയർ ആയിട്ടുണ്ട്. പലരുടെയും കപട മുഖങ്ങള് അഴിഞ്ഞു വീണിട്ടുണ്ട് ഇതൊക്കെ പറയേണ്ടി വരും. ഒരു 2.5 മണിക്കൂർ നേരെയുള്ള ലൈവ് ഉണ്ട്. നമുക്കറിയാം, ആ ലൈവ് വരുന്നതിന് മുമ്പേ ഞാൻ തന്നെ തൊപ്പിനെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടായിരുന്നു ഇരിക്കുന്നത്. ഫുൾ വിശ്വാസവും പോയി കൂടെ. അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൂടെ നടന്ന ആൾക്കാരല്ലേ ഇതുപോലെയുള്ള അലിഗേഷൻസ് വെച്ച്. പക്ഷെ ഓരോന്നും എടുത്ത് വെച്ച് ഓരോന്നും തൊപ്പി കാണിച്ചിട്ടുണ്ട്. തൊപ്പി ഈസ് ബാക്ക് എന്നൊക്കെ പറയേണ്ടി വരും. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആ രീതിയിൽ ഇവരുടെ എല്ലാം ഫേക്ക് ഫേസസ് അഴിഞ്ഞു വീണു എന്ന് പറയേണ്ടി വരും. എന്തൊക്കെയാണ് ആ വീഡിയോ, എന്താണ് അവസ്ഥ? ഈ ചെക്കനൊന്നും കണ്ടിട്ട് ഇങ്ങനെ അല്ലല്ലോ തോന്നിയത്. അയ്യോ പഞ്ചപാവം. മമ്മു, ജാസി, ഷമീർ, കണ്ണൂർ കിങ് ഷമീർ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഒന്നും പറയാനില്ല അല്ലേ. അതിന്റെ ഇടയിൽ ഷമീർ വന്നിട്ട് കുറെ സൂപ്പർ ചാറ്റ് ഒക്കെ കുത്തിക്കയറ്റുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് പറയാനാണ്. അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഒരു സെക്കൻഡ് കൊണ്ട് കരിയർ കഥം. ഇനി ഇവന്റെയൊക്കെ പിന്നിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ഇന്നലെ ലൈവിൽ തൊപ്പി പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അതിനുശേഷമാണ് മറ്റേ എക്സ്ക്ലൂസീവ് 18+ വീഡിയോ വരുന്നത്. അത് ബ്ലർഡ്. ഇനി അവർ കൂടുതൽ ഇന്നെന്തൊക്കെയോ ലൈവിൽ വന്ന് ഒലത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പുതിയ അൺബ്ലർഡും പിന്നെ വേറെ കുറെ പ്രൂഫ്സും കാര്യങ്ങളും എല്ലാം ഇടുന്നു പറഞ്ഞിട്ടുണ്ട് മക്കളെ. എനിക്ക് ഓൾറെഡി ഈ ഒരു സംഭവം കേട്ടപ്പോഴേ തോന്നിയതാണ് ഇതിനെന്തോ ഒരു വശപ്പശകുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇവരൊന്നും ഇത്രയും ഫോർമലായിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ല. ഇവർ സംസാരിക്കുന്ന രീതി തന്നെ കേൾക്കുമ്പോൾ എന്തോ സാധനം സ്ക്രിപ്റ്റ് പ്രീ പ്ലാൻ ചെയ്ത് വെച്ച് അച്ചടി പോലെയാണ് ഈ ഷമീറും ഗ്യാങ്ങും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ തൊപ്പി സംസാരിച്ചത് നോക്കുകയാണെങ്കിൽ ജെനുവിൻലി പുള്ളി എപ്പോൾ ഉള്ള പോലെ, പണ്ടുള്ള പോലെ ഉള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചിരിക്കുന്നത്. അത് ഓരോരോ പ്രൂഫ് നിരത്തി വെച്ചിട്ട് എനിക്ക് അപ്പോഴേ തോന്നി ഈ പൈസയുടെ ഒന്നും സംഭവത്തിനൊന്നും തൊപ്പി ഇവരെ ഒന്നും ഇതാക്കില്ല. കാരണം പുള്ളിയുടെ ഒരു ക്യാരക്ടറൊക്കെ നമ്മൾ ലൈവ് എന്ന് പറഞ്ഞാൽ IRL ലൈവിലെല്ലാം നമുക്ക് ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പിടിക്കാൻ പറ്റും. അവരെങ്ങനെയാണ് കൂടുതലുള്ള ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അപ്പൊ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി അങ്ങനെ എത്രത്തോളം ഇതാവില്ല. അതും ഭക്ഷണത്തിൽ വരെ വേർതിരിവ്. അതൊക്കെ ഏത് കാലം? ഇതെന്താ 1960? ഇവനാരാ? മറ്റേ ഡിക്റ്റേറ്റർ. ആ രീതിയിലൊക്കെയാണ് ഇവർ പോർട്രേ ചെയ്യുന്നത്. അമ്മാതിരി പൊട്ടന്മാരത് കേട്ട് വിശ്വസിക്കുകയും ചെയ്യും. അതിൽ പോലും അലമ്പ് കുത്തിക്കയറ്റിയിട്ട് ആ രീതിയിലാണ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സാലറി പ്രൂഫ് സംഭവം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതില് എനിക്കറിയില്ല, അതിൽ വലിയ പൈസകളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇവർ ചെയ്യുന്ന ബാക്കി എല്ലാണ്ടും പൈസ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റേഴ്സിനുള്ള സാലറി 70,000 മറ്റോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും പോരായിട്ട് ഇവന്റെ എതിരെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന ചതി എത്രയാണ്. റെക്കോർഡ്സ് ഉള്ളത് 3500 വോയിസ് റെക്കോർഡ്സോ മറ്റോ ഉണ്ട് എന്നാണ് തൊപ്പി പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ പബ്ലിഷ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ പരിപാടി തീർന്നു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമാ സെറ്റിൽ പോയിട്ട് ഇവര് പല സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കാട്ടി അലമ്പ്. അതിന്റെ പ്രൊഡ്യൂസർ സാക്ഷിയാണത്ര, അത് പറയും പോലും. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ പോയിട്ട് മമ്മു കാണിച്ചിരിക്കുന്ന അലമ്പ് മോനെ, അമ്മാതിരി അലമ്പ്. അതൊക്കെ പുറത്ത് വന്നാൽ ഇവൻ പിന്നെ അകത്ത് കയറി കിടക്കേണ്ടി വരും. ഇവന്റെ പണ്ടത്തെ കുളിസീൻ സംഭവം പോയിട്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞത് എല്ലാവരും വിചാരിച്ച് ഇവൻ പൊട്ടൻ, എമ്മാതിരി വിവരം കെട്ടവൻ, ഇത്രയും വൃത്തികെട്ടവനാണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അന്ന് ഇവര് തന്നെ ഇവനെ ഒന്ന് പോളിഷ് ചെയ്ത് തിരിച്ചിറക്കി. പക്ഷെ ഇപ്പൊ എന്തായി? പാല് കൊടുത്ത കൈന് തന്നെ കൊത്തിയോ? പക്ഷെ ഒരു കാര്യം എന്തായാലും നന്നായി. തൊപ്പി ഇനി പറഞ്ഞു ഈ ഹൊറർ സ്റ്റോറി ഇനി ഞാൻ ടാക്കിൾ ചെയ്യാൻ വരുന്നില്ല, അവര് പറയട്ടെ, പറയുന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാന്നൊക്കെയാ തൊപ്പി പറയുന്നത്. അതുപോലെ തന്നെ അവർ അതിൻ്റെ ഇടയിൽ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ഹനാൻ ഷാന്റെ കാര്യമൊക്കെ പറഞ്ഞു. അവരെ ഏറ്റവും നാണം കെട്ട രീതിയിൽ കാണിക്കാൻ പറ്റുന്നത് കാണിച്ചു. അതിനൊന്നും പറയാൻ റെസ്പോൺസ് ഒന്നുമില്ല. ഇനി അതുപോലെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വരും തോന്നുന്നു കണ്ണൂർ കിങ്ങും ഗ്യാങ്ങും. എന്തായാലും നല്ല അസൽ ഗ്യാങ് തന്നെ. ഇത്ര അതപ്പതിച്ച ഒരു ടീമാണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇവരെല്ലാം വീഡിയോ തന്നെ ഒരു സെക്കൻഡ് കണ്ട് എന്റർടൈൻഡ് എപ്പോഴെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ തന്നെ റിഗ്രറ്റിംഗ് ഫോർ ദാറ്റ് റൈറ്റ് നൗ, റിഗ്രറ്റിംഗ് ഫോർ ദാറ്റ്. പക്ഷെ തൊപ്പിയുടെ കാര്യം ഐ ഫീൽ ഈസ് റിയലി ജെനുവിൻ. കാരണം ആ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പുള്ളി സംസാരിച്ചത്. വരുന്നത് പോലെ കാണാം. അതുപോലെ തന്നെ എന്താ പറയുക, ഇത്രയും അതിൽ തൊപ്പി പറയുന്ന ഓരോ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊന്നും പ്രൂഫ് കാണിച്ചില്ല. അവർ കൊല്ലാൻ ശ്രമിച്ചു,
അതിനുവേണ്ടി പ്ലാൻ ചെയ്തു തീർക്കാൻ വേണ്ടി. അതുപോലെ തന്നെ തൊപ്പിയുടെ അക്കൗണ്ട് അടിച്ചു പോക്കി കളഞ്ഞപ്പോൾ ഈ ജാസിയുടെ ഒക്കെ ബാക്ക് ടോക്സ് ഒക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം ജാസി എല്ലാം വേറൊരു പഞ്ചപാവാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഓരോ ആൾക്കാരുടെ മുഖം ഇങ്ങനെ ഇരിക്കും, ഉള്ളിലുള്ള പ്രവൃത്തി എന്താണെന്നുള്ളതിന്റെ വലിയ 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 പ്രൂഫാണ് മക്കളെ ഇതെല്ലാം. അപ്പൊ നിങ്ങൾ, ഞാൻ അധികം കൊണ്ട് ഇനി പറയുന്നില്ല, അമ്മാതിരി രീതിയിലായിട്ടുണ്ട്. ഇന്ന് ഷമീർ, കണ്ണൂർ കിങ്ങും മമ്മൂ ഗ്യാങ്ങും ഇന്നലെ വീടിന്റെ ഒക്കെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. അതിന്റെ സാധനവും തൊപ്പി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരും. ഇനി ഇവരെ എങ്ങനെ ഇത് വൃത്തിയാക്കി എടുക്കാനാണ്, അത് ഇന്നലെ തൊപ്പിയും പറയണ്ടായിരുന്നു, എങ്ങനെ ഇതിനി ശരിയാക്കാനാണ്, എന്ത് പറയാൻ, ഇവരെന്ത് പറഞ്ഞ് ന്യായീകരിക്കാനാ? നാണവും മാനവും പോയില്ലേ മക്കളെ. നാറി നാറി എന്ന് പറഞ്ഞാൽ നാറി തേഞ്ഞു, അത്രേ പറയാനുള്ളൂ.